പണ്ടൊക്കെ എൻ്റെ വീട് എന്ന് പറയണമെങ്കിൽ പണ്ട് തട്ടിട്ട പെരയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ എന്താ പറയുക, പണ്ട് തട്ടിട്ട പെര എന്ന് പറയണമെങ്കിൽ നമ്മൾ ഈ പൊളിച്ചു മേച്ചലും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ പിന്നെ ഓല തിരിയണ ഒരു സ്വഭാവമുണ്ട്. പണ്ടത്തെ വീട്ടിൽ ചോർച്ച വരുമ്പോൾ മഴക്കാലം വരുമ്പോൾ കൂടിൻ്റെ ഇടയിൽ ഓല തിരുകും, പനോലയില്ലേ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് ലാസ്റ്റ് ബുദ്ധിമുട്ടിയപ്പോൾ നമ്മൾ അച്ഛനോട് പറഞ്ഞത് നമുക്ക് വീട് വയ്ക്കാമെന്ന് പറഞ്ഞിട്ടൊരു വീട് വെച്ചു. അത് കഴിഞ്ഞ് അപ്പോൾ പിന്നെ ടെറസല്ലേ വയ്ക്കുള്ളൂ. അത് കഴിഞ്ഞ് അപ്പോഴൊന്നും എനിക്ക് സ്വാമിയുടെ അനുഗ്രഹം കിട്ടിയിട്ടില്ല. എൻ്റെ എത്ര തലമുറയായിട്ട് ആരാധിച്ചു വന്ന ആളാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട് വെച്ചു. പിന്നെ കൊറോണ വന്ന സമയത്താണ് വെച്ചത്. 2018 ഞാൻ വീട് വെച്ചത്. പിന്നെ കൊറോണ വന്ന് പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല. ആർക്കും പോലും ഞാൻ ജോലിസിനാണ്, നോക്കാനും പറ്റില്ല, നമുക്ക് പൂജിക്കാനും പറ്റില്ല, ഒന്നുമില്ല. അതിപ്പോൾ ഫുള്ള് ലോക്ക്ഡൗണല്ലോ. ഇവിടെ നിന്ന് പിന്നെ ആർക്കായാലും ലോൺ മുടങ്ങി കടവും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പം നമ്മൾ ലാസ്റ്റ് വിഷ്ണുമായേനെ ഞാൻ അകമണിഞ്ഞ് പ്രാർത്ഥിക്കാന്നാണ്. പിന്നെ നമുക്ക് ഈ ലോക്ക്ഡൗൺ കാര്യങ്ങളുടെ സമയത്ത് സ്വാമി അല്ലാണ്ട് രക്ഷയില്ല. കാലത്ത് വന്ന് പൂജിക്കുക, വൈകിട്ട് പൂജിക്കുക. ഇത് കഴിഞ്ഞൊരു 4-5 വർഷം, അതായത് 2024 ആയപ്പോഴേക്കും ശരിക്കും സ്വാമി എന്നെ അനുഗ്രഹിച്ചു എന്ന് തന്നെ പറയാം. സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ അതുവരെ ആരാധിച്ചിട്ട് ഇതുമാതിരി അകമഴിഞ്ഞ് എന്നെ സഹായിക്കുന്നൊരു സ്വാമി ഇല്ല.